ഹായ് ഫ്രണ്ട്സ്, PSC ഇൻഫോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരള സർക്കാരിൻ്റെ ചില സുപ്രധാന ആരോഗ്യ പദ്ധതികളെക്കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. PSCയുടെ ഏത് എക്സാം എടുത്താലും 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഈ ഒരു ഭാഗത്ത് നിന്ന് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി. ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ശ്രുതി തരംഗം. മനുഷ്യൻ്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം നിലനിർത്തി രോഗപ്രതിരോധം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. മനുഷ്യൻ്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് രോഗപ്രതിരോധം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വൺ ഹെൽത്ത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വൺ ഹെൽത്ത് പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം കേരളം. കോക്ലിയർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കുന്നതിനായുള്ള കേരള സർക്കാർ പദ്ധതി. കോക്ലിയർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കുന്നതിനായുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ധ്വനി. സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ വിപുലമായ പ്രചരണ പരിപാടി. അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ വിപുലമായ പ്രചരണ പരിപാടി വിവ കേരളം. കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി. കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കാനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാതോരം. അടുത്തത്, കേൾവി പരിമിതി നേരിടുന്നവർക്ക് ശ്രവണ സഹായികൾ ലഭ്യമാക്കുന്നതിനായി കേരള വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതി. കേൾവി പരിമിതി നേരിടുന്നവർക്ക് ശ്രവണ സഹായികൾ ലഭ്യമാക്കുന്നതിനായി കേരള വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതി ഏത്? ശ്രവൺ. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ശ്രുതി തരംഗം. കോക്ലിയർ ഇംപ്ലാന്റേഷന് ശേഷം ഉള്ള തുടർ ചികിത്സയ്ക്ക് സഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ധ്വനി. കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി കാതോരം. കേൾവി പരിമിതി നേരിടുന്നവർക്ക് ശ്രവണ സഹായികൾ ലഭ്യമാക്കാൻ കേരള വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതി ശ്രവൺ. നിർധനരായ വയോജനങ്ങൾക്ക് സഹായവും പിന്തുണയും നൽകുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി. നിർധനരായ വയോജനങ്ങൾക്ക് സഹായവും പിന്തുണയും നൽകുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വയോരക്ഷ. BPL വിഭാഗത്തിൽപ്പെടുന്ന മുതിർന്ന പൗരന്മാരെയാണ് ഈ പദ്ധതിക്ക് കീഴിൽ വരുന്നത്. അവർക്ക് വേണ്ട അടിയന്തര ചികിത്സാ സഹായം, അതുപോലെ പരിചരണം എന്നിവ ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. അംഗപരിമിതരുടെ അമ്മമാർക്ക് ഇലക്ട്രിക് ഓട്ടോറിക്ഷ നൽകുന്ന പദ്ധതി. അംഗപരിമിതരുടെ അമ്മമാർക്ക് ഇലക്ട്രിക് ഓട്ടോറിക്ഷ നൽകുന്ന പദ്ധതിയാണ് സ്നേഹയാനം. വിധവകളോ അല്ലെങ്കിൽ വിവാഹമോചനം നേടിയവരോ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച് പോയതോ ആയ സ്ഥിരവരുമാനമില്ലാത്ത 56 വയസ്സിന് താഴെ പ്രായമുള്ള അമ്മമാർക്കാണ് ഈ പദ്ധതി പ്രകാരം വാഹനം നൽകുന്നത്. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതി. സംസ്ഥാനത്തെ അംഗപരിമിതർക്കായി പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് നിരാമയ. കലാകായിക മേഖലകളിൽ മികവ് പുലർത്തുന്ന അംഗപരിമിതരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനും അവർക്ക് പ്രത്യേക പരിശീലനം നൽകാനുമായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശ്രേഷ്ഠം. വൃക്കരോഗം, ഹൃദ്രോഗം, ഹീമോഫീലിയ, സെറിബ്രൽ പാൾസി, ബ്രിട്ടിൽ ബോൺ രോഗം, തലാസീമിയ, സിക്കിൾ സെൽ അനീമിയ, ജന്മനാ ഉള്ള വൈകല്യങ്ങൾ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നൽകുന്ന ധനസഹായ പദ്ധതിയാണ് താലോലം. 18 വയസ്സിന് താഴെയുള്ള മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് നൽകുന്ന ധനസഹായ പദ്ധതിയാണ് താലോലം. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള BPL വിഭാഗത്തിൽപ്പെട്ട പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് വയോമധുരം. അടുത്തത്,
ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി കേരള സാമൂഹിക സുരക്ഷാ മിഷനും ആരോഗ്യവകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഠായി. കേരള സർക്കാരിൻ്റെ മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി. കേരള സർക്കാരിൻ്റെ മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി. ഏതാണ്? മൃതസഞ്ജീവനി. മൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസിഡറാണ് മോഹൻലാൽ. കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി. കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുകൃതം. സുകൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡറാണ് മമ്മൂട്ടി. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതി. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതിയാണ് ആവാസ്. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം. ആയുർദളം. അടുത്തത് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതി. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ബാലമുകുളം. ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതി. ഹൃദ്രോഗം, വൃക്കാരോഗം, ഹീമോഫീലിയ തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ. ശയ്യാവലംബരായ രോഗികളെ പരിചരിക്കുന്നവർക്കായി കേരള സർക്കാർ ആരംഭിച്ച ധനസഹായ പദ്ധതി. ശയ്യാവലംബരായ രോഗികളെ പരിചരിക്കുന്നവർക്കായി കേരള സർക്കാർ ആരംഭിച്ച ധനസഹായ പദ്ധതിയാണ് ആശ്വാസകിരണം. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതി. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായിട്ട് കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്മൈൽ. സ്മൈൽ. ആഴ്ചയിൽ 2 ദിവസം അംഗൻവാടി കുട്ടികൾക്ക് തേൻ വിതരണം ചെയ്യുന്നതിനായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി. ആഴ്ചയിൽ 2 ദിവസം അംഗൻവാടി കുട്ടികൾക്ക് തേൻ വിതരണം നൽകുന്നതിനായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തേൻകണം. അടുത്തത് ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതി. ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം. 30 വയസ്സിന് മേൽ പ്രായമായവർക്ക് ജീവിതശൈലി രോഗങ്ങൾക്കായുള്ള സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. 18 വയസ്സിന് താഴെയുള്ള ജന്മനാ ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന ദേശീയ ആരോഗ്യ മിഷന്റെ ഭാഗമായ പദ്ധതിയാണ് ഹൃദ്യം. ഭിന്നലിംഗക്കാരെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതി. ഭിന്നലിംഗക്കാരെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് മഴവില്ല്. അടുത്തത് കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി. കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് വിമുക്തി. വിമുക്തിയുടെ ബ്രാൻഡ് അംബാസിഡറാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് മിഴി. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. കിടപ്പ് രോഗികൾക്കും രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾക്കും സ്വന്തം വീടുകളിൽ സമയാസമയം പരിശോധിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി സാന്ത്വനം. സംസ്ഥാന സർക്കാർ തുടക്കമിട്ട ടെലിമെഡിസിൻ പദ്ധതി. സംസ്ഥാന സർക്കാർ തുടക്കമിട്ട ടെലിമെഡിസിൻ പദ്ധതിയാണ് ഇ സഞ്ജീവനി. കുഷ്ഠരോഗ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കിയ പദ്ധതി. കുഷ്ഠരോഗ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് എൽസ. യാത്രക്കിടെ അപകടത്തിൽപ്പെടുന്നവർക്കും മറ്റ് ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നവർക്കും പ്രഥമ ശുശ്രൂഷ നൽകി ഉടനടി ആശുപത്രികളിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കാൻ തുടങ്ങിയ കേരള സർക്കാർ പദ്ധതിയാണ് വഴികാട്ടി. സംസ്ഥാനത്തെ ആരോഗ്യ സേവനങ്ങൾ ഓൺലൈനായി ലഭിക്കുന്നതിനായുള്ള കേരള സർക്കാർ വെബ് പോർട്ടൽ. സംസ്ഥാന ആരോഗ്യ സേവനങ്ങൾ ഓൺലൈനായി ലഭിക്കുന്നതിനായുള്ള കേരള സർക്കാർ വെബ് പോർട്ടലാണ് ഇ ഹെൽത്ത്.
വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സ ലഭ്യമാക്കുന്നതിനായി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതി. വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സ ലഭ്യമാക്കുന്നതിനായി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതി. ആശ്വാസ്. പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യമൊരുക്കുന്ന കേരള സർക്കാർ പദ്ധതി. പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യമൊരുക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃയാനം. പൂർണ്ണമായും കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി കുഷ്ഠരോഗ നിർണയത്തിനു വേണ്ടി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി അശ്വമേധം. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്.